സിനിമ കാണുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയട്ടെ. നല്ല മഴയും പനിയും എല്ലാം കൂടിയുള്ള ഒരു സീസണാണിത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ജലദോഷം വന്നാൽ പോലും അതൊരു വലിയ ആഭ്യന്തര പ്രശ്നമായി കണ്ട് പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കാൻ നോക്കുക. അല്ലാതെ ഇതൊരു ജലദോഷമല്ലേ, അതിന് തോന്നുമ്പോൾ ഇറങ്ങി പോയിക്കോളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ പിന്നെ ജലദോഷം വേറെയും കുറച്ച് അസുഖങ്ങൾ കൂടെ അങ്ങ് തരും. പിന്നെ പനിയായി, കഫക്കെട്ടായി, തൊണ്ടവേദനയായി, തലവേദനയായി, അങ്ങനെ എല്ലാം കൂടെ അങ്ങ് കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ചെറുത് വന്നാൽ തന്നെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ വൺ ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ഗുണ്ടാ ടീം അതിലേക്കൊരു പയ്യൻ എത്തിപ്പെടുന്നതാണ്. വൺ ലൈൻ പറയണ്ടെന്ന് ഇഷ്ടം പോലെ ആളുകൾ പറയാറുണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞല്ലേ പറ്റൂ. വൺ ലൈൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാവണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം പറയുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഈ സിനിമയിലെ ഹീറോ ആരാണെന്ന് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് മനസ്സിലാക്കാനാണ് നമ്മൾ കുറച്ചൊന്ന് പാടുവിടുക. അതുപോലൊരു സിനിമയാണിത്. പക്ഷേ കണ്ടോണ്ടിരിക്കുന്ന നേരം അവിടെ ഇവിടെയും ഒന്ന് രണ്ട് ട്വിസ്റ്റ് എല്ലാമായി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിന്നും സിനിമ മറ്റൊരു രീതിയിലേക്ക് മാറും. എന്നാൽ സിനിമയുടെ അവസാനം, സിനിമയുടെ ക്ലൈമാക്സ് നമ്മൾ എങ്ങനെയൊക്കെ പ്രൊഡിക്റ്റ് ചെയ്താലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അവസാനിക്കുക. അതെന്തായാലും ഞാൻ ഉറപ്പുതരാം. നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഇതിന്റെ ക്ലൈമാക്സ്. ഇനിയിപ്പോൾ സിനിമയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് 2017 റിലീസ് ചെയ്ത ദ മേഴ്സിലെസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. കഥ കേൾക്കാം എന്ന് പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹാർബറിലിരുന്ന് രണ്ട് റൗഡികൾ അങ്ങനെ സംസാരിക്കുകയാണ്. സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചുട്ട മീനാണോ ഇഷ്ടം, ചുടാത്ത മീനാണോ ഇഷ്ടം, ഇനി മീനെ ഇഷ്ടമാണോ അല്ലേ, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് വന്നിരുന്ന ഒരുത്തൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അതിലൊരുത്തനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷേ സിനിമയുടെ പേര് വായിച്ച് നോക്കിയാൽ അതെന്തായിരിക്കും എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാകും. ദ മേഴ്സിലെസ് എന്നാണ്. കരുണയില്ലാത്തവരാണ് ഈ സിനിമയിലെല്ലാം ഉണ്ടാവുക. പിന്നെ നമ്മൾ കാണുന്നത് ലീ എന്ന പേരുള്ള ഒരു റൗഡി പയ്യൻ. അവൻ ഇന്ന് ജയിലിൽ നിന്ന് റിലീസ് ആവാൻ പോവാണ്. കഴിഞ്ഞ 3 വർഷം അവൻ ഈ ജയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ഇന്നാണ് റിലീസ് ആവുന്നത്. എന്നാൽ പുറത്ത് അവൻ ജയിലിൽ നിന്ന് തന്നെ പരിചയപ്പെട്ടിരുന്ന ഒരു റൗഡി ടീമിന്റെ നേതാവ് അവന്റെ വരവിനായിട്ട് അങ്ങനെ കാത്തിരിക്കുക. അങ്ങേരുടെ പേര് പാർക്ക് എന്നാണ്. ഒരു വലിയ പടയായിട്ടാണ് അങ്ങേരും കൂടെ വന്നിരിക്കുന്നത്. എന്തായാലും ലീ അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരം അങ്ങേര് കയ്യിലുണ്ടായിരുന്ന ബർഗർ എടുത്ത് കഴിക്കാൻ തുടങ്ങും. അത് കാണുന്ന ലീ ചോദിക്കും, അല്ല നിങ്ങൾ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ നമ്മൾ കാണുന്നത് അങ്ങേര് ലീക്കായി കൊണ്ടുവന്നിരുന്ന ഒരു പെണ്ണിനെയാണ്. ലീ ഇപ്പൊ അവളുടെ കൂടെ അങ്ങനെ സല്ലപിച്ചോണ്ടിരിക്കുക. പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട പാർക്കില്ലായിരുന്നോ, ആ റൗഡി ടീമിന്റെ നേതാവ്, അങ്ങേരുടെയും തലയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങേർക്ക് ഏറ്റവും പ്രശ്നം പിടിച്ച മയക്കുമരുന്നുകൾ കച്ചവടം ചെയ്യുന്ന ജോലിയാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം പിടിക്കാനായി ഒരു ലേഡി ഓഫീസർ ഇതിന്റെ തൊട്ട് പിന്നാലെയുണ്ട്. ആ ഓഫീസറെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവൾ തലയോട് പറയും, നിങ്ങൾ തല കുത്തി നിന്ന് കൊറിയയിലേക്ക് മയക്കുമരുന്നുകൾ ഇറക്കാൻ നിന്നാലും നിങ്ങൾ എന്നേലും ഒരിക്കലും ഞാൻ പൂട്ടുമെന്ന്. അതിന് അങ്ങേര് പറയും, മോളെ ഞാൻ മീനുകളെ മാത്രം ഇമ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരുത്തനാണ്, എന്നെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങേര് പറഞ്ഞേ ശരിയാണ്. പുറം നാട്ടിൽ നിന്നെല്ലാം മീനുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ജോലിയാണ് അങ്ങേർക്കുള്ളത്. പക്ഷേ ആ മീനിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഈ മയക്കുമരുന്നും അങ്ങേര് കൊണ്ടുവരിക. എന്നാൽ ഈ സമയത്താണ് പാർക്കും ലീയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത്. പാർക്ക് ലീയെ അവർക്കെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അപ്പോഴാണ് ആ ലേഡി ഓഫീസറെ കാണുക. അവൾക്കൊരു കൈ കൊടുക്കുന്ന നേരം അവൾ അതുപോലും മെയിൻ ചെയ്യാതെ നേരെ ലീയുടെ അടുത്തേക്കാണ് ചെല്ലുക. എന്താ മോനെ, നീ ഇവരുടെ പുതിയ ആളാണെന്ന് ചോദിക്കുന്ന നേരം ലീ അവളെക്കുറിച്ചൊരു വലിയൊരു തെറി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അതിനവൾ എല്ലാവരോടും കൂടിയായിട്ട് പറയും, എടാ മക്കളെ, നിങ്ങൾ കഴിയുന്നത്ര കട്ടുമുടിച്ച് കഴിയുന്നത്ര പെണ്ണുങ്ങളുടെ കൂടെ കിടക്കാൻ നോക്ക്. എല്ലാത്തിനെയും ഞാൻ പൂട്ടാനായിട്ട് ഇങ്ങോട്ട് ഒരു വരവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് 3 വർഷങ്ങൾക്ക് മുൻപുള്ള ജയിലാണ്. അവിടെ വെച്ച് പാർക്കും ലീയും എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അന്ന് ആ ജയിലിൽ തന്നെ ആളുകളുടെ എല്ലാവരുടെയും തലയായിരുന്നത് അത് പാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പാർക്കിന്റെ നേതൃത്വത്തിൽ കിച്ചണിൽ വെച്ചിട്ട് മുഖത്തടിക്കുന്ന മത്സരങ്ങളെല്ലാം നടക്കും. അങ്ങനെ മുഖത്തടി മത്സരം പൊടി പിടിച്ചുകൊണ്ട് നടക്കാണ്. ഓരോമാരുടെയും മുഖത്ത് നിന്ന് കണ്ണീന്ന് പൊന്നീച്ചെല്ലാം പാറിപ്പോകുന്നുണ്ട്. എന്നാൽ അതിന്റെ ഇടയിലേക്കാണ് ലീ കയറി വന്ന് അടുത്ത് ഞാനെന്ന് പറയുന്നത്. എന്നാൽ അവനെ കാണുമ്പോൾ തന്നെ അടിക്കാൻ എതിരെ നിൽക്കുന്നവൻ പറയും, അല്ല മോനെ, എന്റെ കാറ്റ് കൊണ്ടാൽ തന്നെ നീ താഴെ വീഴല്ലോ എന്ന്. എന്നാൽ അവർ രണ്ടുപേരും മത്സരം തുടങ്ങി. ലീയുടെ മുഖത്ത് അടി കൊള്ളുന്ന നേരം അവന്റെ കണ്ണീന്ന് പൊന്നീച്ചെല്ലാം പാറിപ്പോകുന്നുണ്ട്. എന്നാൽ കഴിയുന്ന പോലെ അവൻ തിരിച്ചടിക്കും. പക്ഷെ ഇങ്ങനെ പോയ അടി കൊണ്ട് ചാവൂന്ന് മനസ്സിലാവുന്നവൻ അടുത്ത അടി അടിക്കാൻ നേരം അവന്റെ കൈ മുഷ്ടി ചുരുട്ടി വെച്ച് ഒരൊറ്റ ഇടിയാണ് കൊടുക്കുക. എന്നാൽ ഇത് കണ്ടപ്പോൾ തന്നെ പാർക്കിന് കാര്യം മനസ്സിലായി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആർക്കും അതിനെക്കുറിച്ചൊന്നും മനസ്സിലായില്ല. എന്നാൽ എതിരെ നിന്നവൻ അതിനെക്കുറിച്ച് മനസ്സിലാവുമല്ലോ, കാരണം അവനാണല്ലോ ഇടി കൊണ്ടേ. അവൻ അതിനെക്കുറിച്ച് ലിയോട് ചോദിക്കുന്ന നേരം പിന്നെ അവർ തമ്മിൽ അവിടെ കിടന്ന് അടിയായി. പിന്നെ പൊരിഞ്ഞടിയാണ്. അവസാനം പോലീസുകാർ വന്നാണ് ലീ അടിച്ചടിച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് സോൾവ് ചെയ്യുക. അങ്ങനെ അന്ന് രാത്രി സെല്ലിൽ ലീ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ലീയുടെ അടുത്തേക്ക് പാർക്ക് വരുന്നത്. പാർക്ക് അവനോട് പറയും, വെറുതെ അടിയിടിയെല്ലാം കൂടിയിട്ട് ജയിലിൽ കിടക്കുന്നതിന്റെ കാലാവധിയുടെ അളവ് കൂട്ടാൻ നിൽക്കണ്ട. ഈ ജയിലിൽ തന്നെ നീ അടിക്കാൻ പറ്റുന്നവരും അടിക്കാൻ പറ്റാത്തവരുമായിട്ട് കുറച്ച് ആളുകളുണ്ട്. എന്നാൽ നീ ഇന്ന് അടിച്ചിരിക്കുന്നത് നീ ഒരിക്കലും അടിക്കാൻ പാടില്ലാത്തയാളായിരുന്നു. എന്നാൽ ലീ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാന്ന്? അതിന് പാർക്ക് പറയും, ഈ അടിക്കാൻ പറ്റുന്ന ആളുകളെയും അടിക്കാൻ പറ്റാത്ത ആളുകളെയും തീരുമാനിക്കുന്നത്, അവരെല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതാണ് ഞാൻ.
അങ്ങനെ ഇപ്പം അടുത്ത ദിവസമായി ലീ ജയിലിൽ കൂടെ നടക്കാണ്, ജയിലിൻ്റെ ഗ്രൗണ്ടിൽ കൂടെ നടക്കാണ്. അപ്പോഴാണ് ഒരു മതവിശ്വാസി അവൻ്റെ അടുത്തേക്ക് വന്ന് പറയാ, ഞാൻ നിന്റെ കൂടെ നടന്നോട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അടി കിട്ടുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ലീ ആണെങ്കിൽ പാർക്കിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേര് എങ്ങനെ ഇന്നലെ എൻ്റെ സെല്ലിലെത്തി, ഇതിന് മാത്രം ഇൻഫ്ലുവൻസ് അങ്ങേർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാകുന്ന ആ വിശ്വാസി അവനോട് പറഞ്ഞെടുക്കും, ഈ ജയിലിൽ എല്ലാം ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടെങ്കിൽ അത് അങ്ങേർക്ക് മാത്രമാണ്. ഈ ജയിലിലേക്ക് സിഗരറ്റ് എത്തിക്കുന്നതും അത് കച്ചവടം ചെയ്യുന്ന അങ്ങേരാണ്. അങ്ങേർക്കെതിരായിട്ട് ആര് വന്നാലും അങ്ങേര് അടിച്ച് അവരെ എല്ലാവരെയും കൊന്നുകളയും, അടിച്ചു തൂക്കും. അതുകൊണ്ട് ആരും അങ്ങേരോട് സംസാരിക്കാനായി പോവില്ല. ഞാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ നീ വിചാരിച്ചിട്ടുണ്ടാകും അങ്ങേര് ഒരു ഗ്യാങ്സ്റ്റർ ആണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു കുട്ടിയെപ്പോലെയാണ് അങ്ങേര് പെരുമാറുക. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജയിലിൽ ഒരു മൊബൈൽ ഫോണുള്ള ആളുണ്ടെങ്കിൽ അത് അങ്ങേര് മാത്രമാണ്. പക്ഷെ അതിനെക്കുറിച്ച് പോലീസുകാർക്ക് അറിയാതിരിക്കുന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന പരസ്യം പോലെയുള്ളൊരു രഹസ്യമാണത്. പക്ഷെ അങ്ങേരുടെ കൂടെ എത്തിക്കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പൊന്നുപോലെയാണ് കൂടെയുള്ള ആളുകളെ എല്ലാവരെയും അങ്ങേര് ട്രീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കാണുന്നത് പ്രസൻ്റാണ്. ഈ സിനിമയിൽ പാസ്റ്റും പ്രസൻറ്റും അവിടെ ഇവിടെയായിട്ട് കാണിക്കും. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല, അതെല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ഇപ്പം നമ്മൾ കാണുന്നത് ലീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പം 13ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം തന്നെ പാർക്കിൻ്റെ തല വലിയൊരു ബിസിനസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പാർട്ടിയാണ് ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അവിടെ തന്നെ തലയുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ നമ്മൾ കണ്ടില്ലേ, അങ്ങേരാണ് തലയുടെ മകളെ കല്യാണം കഴിച്ചയാൾ. അതായത് ആ തലയുടെ മരുമകൻ. അവൻ്റെ പേരാണ് മേരോ. മരുമകൻ മേരോ എന്ന് ചിന്തിച്ചാൽ മതി, മറന്നുപോകില്ല. ഈ സിനിമയിൽ നമ്മൾ 3 പേരാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ലീ, പാർക്ക്, മേരോ. എന്തായാലും പാർട്ടിക്കിടയിൽ ലീയെക്കുറിച്ച് പാർക്ക് സംസാരിക്കുന്ന നേരം മേരോ ചോദിക്കും, നീ ഇവനെക്കുറിച്ച് ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനു മാത്രമൊക്കെ ഇവനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവൻ ഇത്രയൊക്കെ ആരോഗ്യമുണ്ടോ. എന്നാൽ സംശയം ഉണ്ടെങ്കിൽ കൂടെ ഒന്ന് മുട്ടി നോക്കുന്ന ലീയും പറയും. അത് കേൾക്കുന്ന മേരോക്ക് അത് അത്രക്കങ്ങ് ഇഷ്ടാവില്ല. കൂടെ തന്നെ തലയും പാർക്കും അത് കേട്ട് ചിരിക്കുന്നോടെ കാണുന്ന നേരം അവന് പിടിച്ചെടുക്കാനേ പറ്റില്ല. അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് വന്ന് അവൻ്റെ ഗണ്ണ് ടേബിളിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ബോട്ടിലെടുത്ത് അവൻ്റെ തലക്ക് അടിക്കാൻ നിൽക്കുന്ന നേരം ആ ഗണ്ണെടുത്ത് അവൻ മേരോയുടെ തലയിൽ വെക്കും. പാർക്ക് ബ്രോ, ഇതിൽ ബുള്ളറ്റ് ഇല്ലേ, ഇതിപ്പോൾ പൊട്ടിച്ച് അവൻ്റെ തല പൊട്ടിത്തെറിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലീ പറയും, നിങ്ങളുടെ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ നാണം കെടണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പൊയ്ക്കോ എന്ന് പറയും. ഇത് കേൾക്കുന്ന പാർക്ക് ചിരിച്ചോണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ഗണ്ണെടുത്ത് മാറ്റും. അത് കാണുന്ന മേരോ ബോട്ടിലെടുത്ത് ഒരു ഒറ്റ അടി കൊടുക്കാൻ എടുക്കാൻ നിൽക്കുന്ന നേരം തല പെട്ടെന്നാണ് മേരോയുടെ മുഖത്തിട്ട് അടിക്കുക. എൻ്റെ മുന്നിൽ നിന്നാണോ നീ ഇമാതിരി അഭ്യാസം കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് തല മേരോയുടെ മുഖത്തിട്ട് അടിയോടടി അടിക്കുക. അങ്ങനെ അവനെ പെരുക്കി വിടും. ചുരുക്കി പറഞ്ഞ അവൻ്റെ ആൾക്കാരുടെ ഇടയിൽ അവൻ്റെ അഭിമാനം അങ്ങ് പോയി. അതിൻ്റെ പേരിൽ അവൻ കാറിൽ വന്ന് അങ്ങനെ കരയാണ്. സമാധാനിപ്പിക്കാൻ ചെന്നിരുന്ന പാർക്ക്, നീ കരയാണോ എന്ന് ചോദിക്കുന്ന നേരം മേരോ മുന്നിലുണ്ടായിരുന്ന ഡ്രൈവറോട് ചോദിക്കും, എടാ ഞാൻ കരഞ്ഞിരുന്നോ. അതിനവൻ പറയും, അതെ നിങ്ങളിപ്പോൾ കരയല്ലേ. അതിൻ്റെ പേരിൽ അവനെ കാറിൽ നിന്ന് ഇറക്കി ഓടിക്കും. ഇവിടെ തല ലീയോട് ചോദിക്കും, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് പാർക്ക് ജയിലിൽ വലിയ രാജാവിനെ പോലെ ആയിരിക്കുമല്ലേ ജീവിച്ചിട്ടുണ്ടാവുക. അതിന് ലീ പറഞ്ഞു കൊടുക്കും, രാജാവിനെ പോലെ എന്ന് പറയാൻ പറ്റില്ല, പ്രസിഡന്റിനെ പോലെ എന്ന് പറയാം. കാരണം പ്രസിഡന്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ പാർക്ക് ജയിൽ ഒരു നേതാവിനെ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയിലിലേക്ക് മറ്റൊരാൾ കൂടി വരുന്നത്, ഒരു ഗ്യാങ്സ്റ്റർ. അങ്ങേരെ ആള് കുറച്ച് കഴിവും പിടിപാടും ഒക്കെയുള്ള ആളാണ്. എന്നാൽ അങ്ങേരോട് മുട്ടണ്ട എന്ന് വിചാരിക്കുന്ന പാർക്ക് നേരെ അങ്ങേരെ കാണാനായി ചെന്ന് അങ്ങേരോട് പറയും, ഇപ്പം ഇവിടേക്ക് സിഗരറ്റ് സപ്ലൈ ചെയ്യുന്നത് ഞാനാ, എന്തായാലും അതിൻ്റെ ഒരു ഷെയർ ഞാൻ നിങ്ങൾക്കൂടെ തരാം, നമുക്ക് 50-50 ആയിട്ട് അതിങ്ങ് ചെയ്താലോ എന്ന് ചോദിക്കുന്ന നേരം അങ്ങേര് പറയും, അപ്പം നീയല്ലേ ജയിലിൽ സിഗരറ്റ് കച്ചവടം ചെയ്യുന്നവൻ, എനിക്കതിൻ്റെ ഷെയറൊന്നും വേണ്ട, നീ തന്നെ തൂക്കി വിറ്റ് നടന്നാൽ മതി. അത് കേൾക്കുന്ന പാർക്കിന് മനസ്സിലായി അങ്ങേര് അമ്പിനും വില്ലിനും എടുക്കില്ലാന്ന്. അതുകൊണ്ട് അങ്ങേരോട് പറയും, നിങ്ങൾക്ക് വേണം എന്നോടൊന്ന് മുട്ടാം. എന്നാൽ അപ്പോഴാണ് പാർക്കിൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ ഓടി വന്ന് പാർക്കിനോടൊരു കാര്യം പറയുന്നത്. അത് കേൾക്കുന്ന പാർക്ക് പെട്ടെന്ന് തന്നെ ചെന്ന് നോക്കുന്ന നേരം കാണുന്നത് അവൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തനെ പോലീസുകാരെല്ലാവരും കൂടെ കെട്ടിവെച്ച് അടിക്കുന്നതാണ്. നമ്മുടെ ആൾ നേരെ പോലീസുകാരുടെ അടുത്ത് ചെന്ന് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ചോദിക്കുന്ന നേരം പോലീസുകാരത് വലിയ കാര്യമാക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ദേഷ്യത്തിൽ അവൻ ആ പോലീസുകാരെ അടിക്കാൻ നോക്കുന്ന നേരം അവരെല്ലാവരും കൂടെ അവനെ അടിച്ചിട്ട് അവസാനം ചെറിയ സെല്ലിൽ കൊണ്ടുപോയി പൂട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇതാ കയറി വന്ന ഗ്യാങ്സ്റ്ററുടെ ഐശ്വര്യമാണ്. അങ്ങേരാണ് പാർക്കിനെതിരെ ഇന്തമാതിരി പണികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴാ ജയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേരാണ്. അങ്ങേരും ആള് പാർക്കിനെ പോലെ തന്നെയാണ്. കൂടെയുള്ള ആളുകളെ എല്ലാവരെയും പൊന്നുപോലെ അങ്ങേരും നോക്കും. ഭക്ഷണമെല്ലാം കൊടുത്ത് ആളുകളെ എല്ലാവരെയും സന്തോഷിപ്പിച്ച് അങ്ങനെ കൂടെ നിർത്തും. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന പാർക്ക് അറിയുന്നത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പോഴാ ജയിലില്ലാന്നാണ്. അവരെല്ലാവരെയും ജയിലിൽ നിന്ന് മാറ്റി. പക്ഷേ ലീ മാത്രം ആ ജയിലിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ലീയോട് സംസാരിക്കാനായി ചെന്നാൽ പോലീസുകാർ ചിലപ്പോൾ അവനെ കൂടെ പിടിച്ച് മാറ്റും. എന്നാൽ അപ്പോഴാണ് ലീ ഒരു കാര്യം കാണുന്നത്, പാർക്കിനെ കത്തികൊണ്ട് കുത്താനായി ഒരുത്തം പോകുന്നത്. ലീ പെട്ടെന്ന് തന്നെ അങ്ങേരെ പിടിച്ചു വെച്ച് വിളിച്ചു പറയും, ദേ ഇങ്ങയുടെ കയ്യിൽ കത്തിയുണ്ട് സാറേ, ഇങ്ങോട്ട് ഓടിവാ, ഇങ്ങയുടെ കയ്യിൽ കത്തിയുണ്ടെന്ന് വിളിച്ചു പറയും. അങ്ങനെ പോലീസുകാരെത്തി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ലീ പാർക്കിനെ കാണാനായി പാർക്കിന്റെ സെല്ലിലേക്ക് ചെല്ലും. ജീവൻ രക്ഷിച്ചയാളല്ലേ വന്നിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിൽ പാർക്ക് അവനൊരു സിഗരറ്റിന്റെ പെട്ടി തന്നെ ഇട്ടുകൊടുക്കും. എന്നാൽ
ലീ ചോദിക്കും, നിങ്ങളുടെ ജീവന് ഈ ഒരു സിഗരറ്റ് പെട്ടിയുടെ വില മാത്രമേ ഉള്ളൂ. അത് കേട്ട് പാർക്ക് ചിരിക്കുന്നുണ്ടെങ്കിലും പാർക്കിനിപ്പോൾ അവൻ്റെ അധികാരം പോയതിൻ്റെ ടെൻഷൻ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്നാൽ അപ്പോഴാണ് ലീ ചോദിക്കുക, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അതിപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടോ? പിന്നെ നമ്മൾ കാണുന്നത് ലീ പാർക്കിനെ ആയിട്ട് നേരെ ജയിലറെ കാണാൻ ചെന്നിരിക്കുന്നതാണ്. അങ്ങേരോട് പറയും, ഇങ്ങേരില്ലേ ജയിലിൽ ഒരു മൊബൈൽ ഫോൺ കൂടി ഉപയോഗിക്കുന്നുണ്ട്, കണ്ടാ മാന്യനാന്ന് വിചാരിക്കും, എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഈ മൊബൈൽ ഫോൺ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസും അതിൽ തന്നെ ഉണ്ട്. അങ്ങേര് നോക്കുന്നേരം കാണുന്നത് പാർക്ക് സെല്ലി വെച്ച് ഇഷ്ടം പോലെ സിഗരറ്റ് എല്ലാം വെച്ച് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ്. ആ സിഗരറ്റ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഫോട്ടോ എങ്ങാനും പുറത്തെത്തിയാൽ, പുറത്തുള്ള ആളുകളുടെ കയ്യിലെത്തിയാൽ ഈ ജയിലറുടെ ജോലി പിന്നെ പറയേണ്ട ആവശ്യമില്ല, അതെന്തായാലും പോകും. എന്നാലും ജയിലർ ചോദിക്കും, നിങ്ങൾ ഈ ഫോട്ടോ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്നാണോ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് അതിന് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ മൊബൈൽ ഫോൺ അടിച്ച് മുറിച്ച് നിലത്തിട്ട് ചവിട്ടി കൂട്ടും. തനക്ക് എനിക്കിട്ട് ഉണ്ടാക്കാൻ വന്നാലെന്ന് ചോദിച്ചുകൊണ്ട് ലീയുടെ മുഖത്തൊരൊറ്റ അടിയാണ്. എന്നാൽ അതിൻ്റെ തൊട്ടു പിന്നാലെ പാർക്ക് അങ്ങേരുടെ മുഖത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കും. ലീ പറയും, നിങ്ങൾ ആ ഫോൺ പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു പാർക്ക് എന്ന പേരുള്ള മാന്യൻ ഈ ഒരു ഫോട്ടോ അങ്ങേരുടെ ആളുകൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക്. ഇനി അത് ഏതെങ്കിലും ഒരു വക്കീലിന് കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജോലി പോയി. പാർക്ക് പറയും, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം കയറി വന്ന ആ ഗ്യാങ്സ്റ്റർ ഇല്ലേ, അവനെ നിങ്ങൾ എൻ്റെ അടുത്ത് എത്തിച്ചാൽ മതി. പിന്നെ നമ്മൾ കാണുന്നത് കിച്ചണിൽ ലീയും പാർക്കും കൂടെ ഗ്യാങ്സ്റ്ററെ കെട്ടിവെച്ചിരിക്കുന്ന അങ്ങേരുടെ കൂടെ തന്നെ അങ്ങേരുടെ ശിങ്കിടിയെ കൂടെ കെട്ടി വെച്ചിട്ടുണ്ട്. രണ്ടിനും ഇഷ്ടം പോലെ അടിയെല്ലാം കൊടുത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. പാർക്ക് പറയും, എനിക്ക് മനസ്സിലാവാത്ത നീയൊക്കെ ഈ ജയിലിലേക്ക് കയറി വന്ന് എനിക്കിട്ട് എന്തിനാ പണിയുന്നതെന്നാണ്. എന്നിട്ട് അവിടെയുള്ള തിളപ്പിച്ച എണ്ണ എടുത്തു കൊണ്ടുവന്ന് അങ്ങേരുടെ തുടയിലേക്ക് ഒഴിച്ചു കൊടുക്കും. മീൻ പൊരിക്കുന്ന പോലെയാണ് തുടയെല്ലാം പൊരിക്കുന്നത്. ഇത് കണ്ട് ലീക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലീയോട് പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറയും. ഗ്യാങ്സ്റ്ററാണ് അങ്ങേര് എന്തിനാണ് പാർക്കിനിട്ട് പണിഞ്ഞതെന്ന് പാർക്കിനോട് പറയുന്നില്ല. അതിൻ്റെ ദേഷ്യത്തിൽ പാർക്ക് ഒന്നുകൂടെ എണ്ണ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്ന നേരം ആ ഗ്യാങ്സ്റ്ററുടെ കൂടെ ഉണ്ടായിരുന്നവൻ വിളിച്ചു പറയും, പാർക്ക് നിനക്കിട്ട് പണിഞ്ഞ നിന്റെ തല തന്നെയാ. ഇല്ലാത്ത കേസിൽ നിന്നെ പെടുത്തി ജയിലിലേക്ക് അയച്ചിരിക്കുന്നത് നിന്റെ തല തന്നെയാണ്. ഇവിടെ വെച്ച് നിന്നെ കൊല്ലാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനും നിന്റെ തല തന്നെയാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. നിന്നെ കൊന്നാൽ ഒരു വലിയ ഓഫർ തന്നെ അങ്ങേര് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് കേട്ട് ദേഷ്യം വരുന്ന പാർക്ക് എന്തായാലും എടുത്ത എണ്ണ ഇനിയിപ്പോൾ തിരിച്ചൊഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് അതുമായിട്ട് നേരെ ഗ്യാങ്സ്റ്ററുടെ അടുത്തേക്ക് ചെല്ലും. അതങ്ങേരുടെ മുഖത്തേക്ക് ഒഴിക്കാനാണ് അവൻ വിചാരിക്കുക. പക്ഷെ അങ്ങേര് മേലേക്ക് നോക്കുന്നില്ല. നിങ്ങളെൻ്റെ മുഖത്തേക്ക് മേലേക്ക് നോക്കിയില്ലെങ്കിൽ ഞാനിത് ഒഴിക്കുമെന്ന് പറയുന്ന നേരം ഗ്യാങ്സ്റ്റർക്ക് വേറെ വഴിയൊന്നുമില്ലാതെ മേലേക്ക് നോക്കും. എന്നാൽ അപ്പോഴാണ് അവൻ അത് ഒഴിച്ചെടുക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ അങ്ങേരെ കൊന്ന് അങ്ങേരുടെ മരണം ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റും. വീണ്ടും നമ്മൾ പ്രസന്റ് തന്നെയാണ് കാണുന്നത്. ലീയും പാർക്കും കൂടെ അവരുടെ തലയുടെ സങ്കേതത്തിൽ വെച്ച് ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക. പാർക്കിനിപ്പം മനസ്സിലായിട്ടുണ്ട് അവൻ്റെ തല തന്നെയാണ് ഇമാതിരി പണി അവന് കൊടുത്തോണ്ടിരിക്കുന്നതെന്ന്. എന്തായാലും ഇനി തലക്കിട്ട് പണിയാനാണല്ലോ അവൻ വിചാരിക്കുക. മേലെ നീ ബേസ്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തലക്കൊരു സംശയം. അവനെ കൊല്ലാനായി പാർക്കിനെ കൊല്ലാനായി ജയിലിലേക്ക് അയച്ചിരിക്കുന്ന ഗ്യാങ്സ്റ്റർ എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതെന്ന് മരുമോനായ മേരോയോട് ചോദിക്കും. അവൻ്റെ മരണം ശരിക്കും ഹാർട്ട് അറ്റാക്ക് തന്നെയായിരുന്നോ? അതിന് മേരോ പറയും, ശരിക്കും ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്. ഞാൻ ആ ജയിലിൽ പോയി അന്വേഷിച്ചതാ. എന്നാൽ ഇപ്പോഴും തല അവനെ കൊല്ലണമെന്നുള്ള പ്ലാൻ ഇതുവരെ വിട്ടിട്ടില്ല. അങ്ങേർക്ക് ഇതടുത്തായിട്ടൊരു വലിയ ഡീല് വരാനുണ്ട്. റഷ്യക്കാരുമായിട്ടൊരു വലിയ ഡീല് നടത്താനുണ്ട്. ആ ഡീല് കഴിഞ്ഞാൽ അവനെ കൊല്ലാനാണ് വിചാരിക്കുന്നത്. മേരോ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവനെ കൊല്ലാൻ നടക്കുന്നത്? അവൻ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ? അത് കേൾക്കുന്ന അങ്ങേര് പറയും, ഞാനൊരു കാര്യം നിനക്ക് പറഞ്ഞുതരാം, എന്നിട്ട് നീ പറ ഞാൻ അവനെ കൊല്ലണോ വേണ്ടെന്ന്. നിനക്ക് തെരുവിൽ വെച്ച് ഒരു പട്ടിയെ കിട്ടിയെന്ന് വിചാരിക്കുക. നീ അതിനെ സന്തോഷത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു, അതിനെ കഴിക്കാനായി ഭക്ഷണം കൊടുത്തു, അതിനെ പോറ്റി വലുതാക്കി. അതിനാണ് നിന്നോട് വലിയ സ്നേഹം. പക്ഷെ വലുതാകും തോറും അതിന് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു വന്നു. നിന്നെ കാണുമ്പോൾ ഇപ്പോൾ വാലാട്ടുന്നില്ല. മാത്രമല്ല നിന്റെ ചേറിയിൽ തന്നെ അതിന് കയറിയിരിക്കാൻ വേണം. ആ ഒരവസ്ഥയിൽ നീ അതിനെന്താ ചെയ്യുക? അങ്ങേരിപ്പോൾ പറഞ്ഞു വരുന്നത് പാർക്ക് അങ്ങേരുടെ അധികാരം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. അതിന്റെ പേരിലാണ് അവനെ കൊല്ലാനായി തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ 3 വർഷങ്ങൾക്ക് മുന്നേയുള്ള പാസ്റ്റാണ് കാണുന്നത്. അതായത് പാർക്ക് ഇപ്പോൾ ജയിലിലിരിക്കുന്ന സമയം. പോലീസ് ടീമിലെ ആ ലേഡി ഓഫീസർ ഇല്ലായിരുന്നോ, തലയുടെ മയക്കുമരുന്ന് വേട്ടകളെല്ലാം കണ്ടുപിടിക്കാനായി നടക്കുന്ന ആ ലേഡി ഓഫീസർ, അവളിപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങേരെ എങ്ങനെ തൂക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങേരിങ്ങനെ മീനുകൾ ഇറക്കുമതി ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ ലഹരികളും ഇറക്കുമതി ചെയ്യുന്നു, അതെല്ലാം കച്ചവടം ചെയ്യുന്നു, വലിയ വലിയ സമ്പന്നനാവുന്നു. അതാണ് അങ്ങേരുടെ പരിപാടി. അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ എന്ന രീതിയിൽ അവൾ സംസാരിക്കുന്ന നേരം അവളുടെ ചീഫിന് അത് അത്രക്കങ്ങ് ഇഷ്ടാവുന്നില്ല. അതിനൊരു കാരണമുണ്ട്. കൊറിയയിൽ ഇപ്പോൾ മീനുകളെല്ലാം ഇറക്കുമതി ചെയ്യുന്നത് വളരെ കുറവാണ്. അതിനായിട്ട് വലിയ കമ്പനികളൊന്നും മുതിരുന്നേ ഇല്ല. ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ മീനുകൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു വലിയ ടീമുണ്ടെങ്കിൽ അത് ആ തലയുടെ ടീമാണ്. അങ്ങേരുള്ളത് കൊണ്ടാണ് കൊറിയയിൽ എല്ലാ സ്ഥലങ്ങളിലും മീൻ എത്തുന്നത് തന്നെ. അതുകൊണ്ട് മയക്കുമരുന്നിന്റെ പേരിലാണെങ്കിലും അങ്ങേരെ പിടിച്ച് അറസ്റ്റ് ചെയ്താൽ, അങ്ങേരുടെ ഈ ഒരു ബിസിനസ് പൂട്ടിയാൽ പിന്നെ കൊറിയയിൽ മീനൊന്നും ഉണ്ടാവില്ല. അതിന് അവൾ ചോദിക്കും, ലേഡി ഓഫീസർ ചോദിക്കും, അപ്പം നിങ്ങൾക്ക് മീൻ കിട്ടാത്തതാണ് വലിയ വിഷമം, കൊറിയയിൽ മയക്കുമരുന്ന് ഇറങ്ങുന്നതല്ല
എന്നല്ല. സത്യം പറഞ്ഞാൽ ചീഫിന് ഈ ഒരു കേസിന്റെ പിന്നാലെ പോകാൻ തീരെ താല്പര്യമില്ല. ജീവൻ പോകുന്ന കേസാണ്. അതിന് ലേഡി ഓഫീസർ പറയും, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അണ്ടർ കവറിൽ നിന്ന് ആളെ ഇറക്കാൻ പോവുക. അതുപോലെ ക്ലീൻ ആയിട്ടാണ്, നമ്മൾ ആരും അറിയാതെ ക്ലീൻ ആയിട്ടാണ് ഈ ഒരു പരിപാടി അവസാനിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു മിഷൻ ചെയ്ത് തീർക്കാനായി അവർ അണ്ടർ കവറിൽ നിന്ന് ഒരു പയ്യനെയാണ് ഇറക്കുന്നത്. ആ പയ്യൻ ആരാന്ന് വെച്ചാൽ അവനാണ് ലീ. ഈ ഒരു സമയം ലീ ജയിലിലേക്ക് പോയിട്ടില്ല. അവൻ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്. എന്നാൽ അവനോട് ആദ്യം ഈ ഒരു മിഷനെ കുറിച്ച് പറയുന്ന നേരം അവനത് തീരെ കേൾക്കില്ല. അവനത് ചെയ്യാനായി കൂട്ടാക്കിയില്ല. അതിന്റെ കാരണം അവന്റെ അമ്മയുടെ വൃക്ക തകരാറിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങൾ ഇടവിട്ടും അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടേ നിൽക്കണം. അതുകൊണ്ടാണ് അവൻ പോകില്ല എന്ന് പറയാ. എന്നാൽ ലേഡി ഓഫീസർ അവന്റെ മുന്നിലേക്ക് ഒരു ഓഫർ വെക്കും. അവൻ ഈ ഒരു മിഷൻ ചെയ്യാനായി തുനിഞ്ഞിറങ്ങിയാൽ അവന്റെ അമ്മയുടെ എല്ലാ ചെലവുകളും അവർ തന്നെ നോക്കും. എന്നാൽ ഈ ഒരു ഓഫർ അവന് തീരെ ഇഷ്ടമായില്ല. അവനിത് വേണ്ടാന്ന് തന്നെയാണ് പറയാ. പക്ഷെ അവർ നിർബന്ധപൂർവ്വം അവൻ ഈ ഒരു ജോലിയിലേക്ക് ഇറക്കുക. അങ്ങനെയാണ് അവൻ ഈ മിഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ജയിലിലേക്ക് എത്തിയിട്ട് പാർക്കുമായിട്ടൊരു കൂട്ടുണ്ടാക്കിയെടുക്കുന്നതും അവന്റെ ടീമിലെ ഒരു മെയിൻ ആളായിട്ട് മാറുന്നു. പാർക്ക് ലീ എപ്പോഴും തനിക്ക് ജോലി ചെയ്യുന്ന ഒരാളായിട്ടല്ല കണ്ടത്, തൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അടിച്ചു പൊളിച്ചാണ് ആ സെല്ലി തന്നെ ഉണ്ടാകുക. അതിന്റെ ഇടയിലെല്ലാം ലേഡി ഓഫീസർ ലീയെ കോൾ ചെയ്തിട്ട് ഈ മിഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം സംസാരിക്കും. എന്നാൽ അതിനെക്കുറിച്ചൊന്നും പാർക്കിനറിയില്ല. പാർക്ക് എപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ലീയുടെ കൂടെ വലിയ കൂട്ടുകാരായിട്ട് അങ്ങനെ നടക്കാണ്. അവരങ്ങനെ ബഡ്ഡീസ് ആയിട്ടാണ് ജയിലിൽ കൂടെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീയെ കാണാനായി മരുമോൻ മാരോ സെല്ലിലേക്ക് വരുന്നത്. പാർക്കിനെ കൊല്ലാനായി തല പ്ലാനിട്ട് കൊണ്ടിരിക്കുന്ന കാര്യം മരുമോൻ മാരോ എപ്പോഴോ പാർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ രണ്ടുപേരും ടീമാണ്. നീ ആ ഗ്യാങ്സ്റ്ററെ കൊന്ന പോലെ നിനക്ക് ആ തലയെ കൂടെ കൊന്നൂടെ, ഇനിയിപ്പോൾ എന്നാ കൊല്ലാൻ പോകുന്നതെന്നെല്ലാം പാർക്കിനോട് ചോദിക്കുന്ന നേരം പാർക്ക് തിരിച്ച് മാരോയോട് ചോദിക്കും, അല്ലടാ അത് നിന്റെ കുടുംബമല്ലേ? എന്ത് കുടുംബമോ? എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോൾ അങ്ങേരാണ് എന്നെ ഓർഫനേജിൽ കൊണ്ട് ചെന്ന് ചേർത്തേ. മാത്രമല്ല ഇന്നലെ അങ്ങേർക്ക് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. അത് മാറിപ്പോയെന്നും പറഞ്ഞ് അങ്ങേര് പ്ലേറ്റ് എടുത്ത് എൻ്റെ കണ്ണിനിട്ടൊരു ഒറ്റ അടിയാ. എന്നാൽ അത് നിന്റെ തെറ്റാണെന്ന് പാർക്ക് പറയും. എന്നാൽ അപ്പോഴാണ് അവൻ പറയാം, പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത ന്യൂഡിൽസാണ് അങ്ങേർക്ക് കഴിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. അത് കേൾക്കുന്ന പാർക്കിന് ചിരി വരും. ഇതേ സമയം നമ്മൾ ലീയുടെ അമ്മയാണിപ്പോൾ കാണുന്നത്. അമ്മ ഇപ്പോൾ ലേഡി ഓഫീസറെ വിളിച്ച് ചോദിക്കുകയാണ്, എൻ്റെ മകൻ ഇപ്പം നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളോട് നല്ലപോലെയാണോ അവൻ പെരുമാറുന്നത്? അതിന് ലേഡി ഓഫീസർ പറയും, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ നല്ലപോലെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നത് അവൻ്റെ അമ്മ റോട്ടിൽ മരിച്ചു കിടക്കുന്നതാണ്. അമ്മയ്ക്ക് ഇത് എന്താണ് പറ്റിയെന്ന് മനസ്സിലായില്ല. ഇവിടെ അമ്മ മരിച്ചു എന്നുള്ള കാര്യം ലീ അറിഞ്ഞു. അവനാണെങ്കിൽ അമ്മയെ കാണാൻ പോടെന്ന് സെല്ലിൽ നിന്ന് ആകെ കൂടെ വാശി പിടിക്കുകയാണ്. എന്നാൽ പോലീസുകാർ ആരും അവനെ പുറത്തേക്ക് അയക്കില്ല. അവന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതെല്ലാം കാണുന്ന പാർക്കിന് അവൻ്റെ വിഷമം സഹിക്കാനേ പറ്റില്ല. അന്ന് വൈകുന്നേരം ആവുന്നേരം ലീ ലേഡി ഓഫീസറെ കോൾ ചെയ്ത് പറയും, എനിക്ക് എൻ്റെ അമ്മയെ ഇന്ന് കണ്ടേ പറ്റൂ, എനിക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. അതിന് ലേഡി ഓഫീസർ പറയും, ലീ നീ സാധാരണ ഒരു കുറ്റവാളിയല്ല. മറ്റുള്ളവരെ പുറത്തിറക്കും പോലെ നിന്നെ പുറത്തിറക്കിയാൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരിക്കാൻ നോക്ക്. ലീ പറയും, അങ്ങനെയാണ് ഈ ഒരു മിഷനെ കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാൻ പോവാണ്. അതിന് ഓഫീസർ പറയും, നീ അങ്ങനെ പറഞ്ഞാൽ നീ അണ്ടർ കവറിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും, അതെല്ലാം ഡിലീറ്റ് ചെയ്യും. പിന്നെ നീ ഒരു സാധാരണ കുറ്റവാളി മാത്രമാണ്. ലീ പാകെ പെട്ടിരിക്കുക. അവൻ്റെ കൂടെ അവൻ ഈ ഒരു ജോലിക്ക് പറഞ്ഞയച്ചവർ പോലും അവനെ നല്ലപോലെ മെയിൻ ചെയ്യുന്നില്ല. അന്ന് രാത്രി ലീ സെല്ലിൽ ആകെ കൂടെ വിഷമിച്ചിരിക്കുന്ന നേരം പാർക്ക് ചെന്ന് അവനോട് പറയും, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, നീ കിടന്നോന്ന്. അന്നേരം ലീ എഴുന്നേറ്റ് ചോദിക്കും, എൻ്റെ എന്ത് വിഷമം നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്? എന്നിട്ട് പാർക്കിന്റെ മുഖത്തിട്ട് ഒരൊറ്റ അടിയാ. ആദ്യമൊന്നും പാർക്ക് അവനെ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും അവൻ വീണ്ടും വീണ്ടും അടിക്കുന്ന കാണുന്ന നേരം പാർക്ക് അവനെ അടിച്ചു താഴെയിട്ട് അവന്റെ മുഖത്തിട്ട് 5-6 ഇടികൂട് കൊടുക്കും. അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിറ്റേന്ന് രാവിലെ ആകുന്ന നേരം ജയിലർ ലീയോട് പറയുന്നത്, നിനക്കൊരു ദിവസത്തേക്ക് പരോള് കിട്ടിയെന്നാണ്, നിനക്ക് നിന്റെ അമ്മയുടെ ചടങ്ങിന് പോയി വരാമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം ശരിയാക്കി കൊടുത്തിരിക്കുന്നത് പാർക്കാണ്. പാർക്ക് ഇന്നലെ തന്നെ ജയിലറെ കാണാൻ വന്ന് അങ്ങേരെ ഭീഷണിപ്പെടുത്തിയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. അങ്ങേര് അതിനെക്കുറിച്ച് ലീയോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അന്നത്തെ ദിവസം ലീ അവന്റെ അമ്മയെ പോയി കണ്ടു. അമ്മയുടെ ചടങ്ങിനെല്ലാം കൂടി തിരിച്ച് സെല്ലിലേക്ക് തന്നെ എത്തും, ജയിലിലേക്ക് തന്നെ എത്തും. അന്ന് രാത്രി അവൻ അവന്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം പാർക്കിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന പാർക്ക് പറയും, എൻ്റെ ജീവിതത്തിൽ എന്നെ ആദ്യം കൊല്ലാനായി ശ്രമിച്ചത് അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ അച്ഛനെന്നും മദ്യപിച്ചുകൊണ്ടായിരുന്നു വീട്ടിലേക്ക് വരാറ്. മദ്യപിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പിന്നെ വലിയ ഉപദ്രവമാണ്. ഒരിക്കൽ രാത്രി ഞാനും അമ്മയും അച്ഛനും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണത്തിന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് തോന്നി. അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മ കരയായിരുന്നു. എനിക്ക് മനസ്സിലായി അമ്മ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വായിൽ വിരലിട്ടോണ്ട് പുറത്തേക്ക് ഓടി ഛർദ്ദിച്ച് അതെല്ലാം ഒഴിവാക്കി. എന്നാൽ തിരിച്ചു വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് മരിച്ചു കിടക്കുന്ന എൻ്റെ അച്ഛനെ അമ്മയായിരുന്നു. അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ സാഹചര്യങ്ങളെ മാത്രം വിശ്വസിച്ചാൽ മതി.
ലീ, എന്തായാലും നമ്മൾ പുറത്തിറങ്ങും നേരം നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്താലോ? നീ എനിക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായോ? ഇതെല്ലാം കേൾക്കുന്ന ലീക്ക് പിന്നെ പിടിച്ചു നിൽക്കാനേ പറ്റില്ല. അവൻ പെട്ടെന്ന് തന്നെ പറയും ഞാനൊരു പോലീസാണ്. പക്ഷെ അത് കേട്ടിട്ടും പാർക്ക് വലിയ കാര്യമാക്കിയില്ല. അങ്ങനെയാണ് അവർ പുറത്തിറങ്ങുന്നു, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു, ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഇപ്പം നമ്മൾ കാണുന്നത് ലീ തലയ്ക്ക് വേണ്ടി ഒരു ഡീല് ചെയ്യാനായി ഒരു ഡീലറുടെ അടുത്തേക്ക് വന്നിരിക്കുന്നതാണ്. ആ ഡീലറുടെ കയ്യിൽ കസ്റ്റംസുകാരുടെ കയ്യിലുള്ള ഒരു പ്രത്യേകതരം സീലുണ്ട്. ആ സീലുള്ളത് കൊണ്ട് തന്നെ അതും വെച്ചുകൊണ്ടാണ് അവൻ പല കള്ളക്കടത്തുകളും നടത്തുന്നത്. അതുകൊണ്ട് അവൻ വളരെ കൂളായിട്ട് ബിസിനസ് എല്ലാം ചെയ്യാൻ പറ്റും. എന്നാൽ അവരിവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ലീയുടെ കയ്യിലുള്ള ഒരു വാച്ച് മുഖേന ലേഡി ഓഫീസർക്കും കൂടിയുള്ള ആളുകൾക്കും അവിടെ കേൾക്കാൻ പറ്റും. ലീ ഇപ്പൊ പാർക്കിന്റെ കൂടെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും പോലീസുകാർക്ക് സംശയമൊന്നും തോന്നരുതല്ലോ. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം പോലീസുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ആ ഡീലറാണെങ്കിൽ ലീ കൊടുക്കുന്ന ഒരു ഓഫർ പോലും സ്വീകരിക്കുന്നില്ല. അങ്ങേര് പറയുന്നത് നിന്റെ തലയും നിന്റെ പാർക്കും നിന്റെ ആളുകളെല്ലാവരും ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താൽ മതി, ഞാൻ വേറെ വഴിക്ക് പോയിക്കോളാം, എനിക്ക് അവരുടെ ഒറ്റ ഒരുത്തൻ്റെ സഹായം വേണ്ട, ഞാൻ ഒരുത്തനും സഹായം കൊടുക്കുന്നില്ല. എന്നാൽ നീ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഒരു വലിയ പൈസയാണ് ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാർഡിൽ അവനായിട്ട് വലിയൊരു കാശ് ഓഫർ ചെയ്തുകൊണ്ട് ലീ അവൻ്റെ മുന്നിലേക്ക് വെച്ചുകൊടുക്കും. അത് കാണുന്ന നേരം അങ്ങേർക്ക് എന്നാൽ ആ കാശ് എത്രയുണ്ടെന്നൊന്ന് കാണണം. അതിനായി ആ കാർഡിലേക്ക് കൈ വെക്കുന്ന നേരം പെട്ടെന്നാണ് ലീ ഒരു ടൂൾ എടുത്ത് അങ്ങയുടെ കയ്യിലേക്ക് കുത്തിയിറക്കുക. പിന്നെ അവിടെ പൊരിഞ്ഞടിയാണ്. ഡീലറുടെ കൈ അവിടെ കുടുങ്ങിയിരിക്കുക ആയതുകൊണ്ട് തന്നെ അങ്ങേർക്ക് അടി ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങേരാകെ പെട്ടിരിക്കുക. ഇതെല്ലാം കേട്ടോണ്ട് തന്നെ പുറത്ത് പാർക്കും മേരയും കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അകത്ത് ലീ ഇതെല്ലാം ഡീൽ ചെയ്യുന്നു മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ അവർ കാര്യമാക്കില്ല. അകത്താണ് ഡീലർക്ക് ഉള്ള പടയും വെച്ചുകൊണ്ട് ലീഡ് എടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ടീമിനെ അങ്ങേര് വിളിച്ചു വരുത്തും. അവരാണെങ്കിൽ പുറത്തൊരു പടയായിട്ട് വന്നുകൊണ്ടിരിക്കുക. അതാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന പാർക്ക് കാണുകയും ചെയ്തു. പാർക്ക് അപ്പം തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് എല്ലാവരും വാങ്ങോ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഇവിടുന്നുമായിട്ട് ഒരു പടയോടി വരും. പാർക്കിന്റെ പടയോടി വരും. പിന്നെ അവർ അവിടെ ഫൈറ്റാണ്. പാർക്കാണ് നേരെ അകത്തേക്കാണ് കയറി വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരുത്തിന് ഇടിച്ച് താഴെയിട്ടാണ് വരിക. മോനെ ഞാൻ എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി അവരെ എല്ലാവരെയും അടിക്കാൻ തുടങ്ങി. അങ്ങനെ ലീയും പാർക്കും പടയും കൂടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും അടിച്ചു തൂക്കി എല്ലാത്തിനെയും കൊന്ന് താഴെയിടും. ഇനി അവസാനമായിട്ട് ആ ഡീലർ കൂടെയാണുള്ളത്. ആ ഡീലറെ കൊല്ലാനായി ചെല്ലുന്നത് ലീ ആണ്. അവൻ കയ്യിലുണ്ടായിരുന്ന ആ വാച്ചില്ലേ, ആ വാച്ച് ഉപയോഗിച്ച് അവനെ ഇടിച്ചിടിച്ചാണ് കൊല്ലുക. അതോടുകൂടെ ആ വാച്ച് കൂടെ കേടായി. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന തലക്ക് വലിയ സന്തോഷമായി. ഇതുപോലൊരു പ്രാന്തനെ പോയിട്ട് അവർ ഇതുപോലെയെല്ലാം ചെയ്തല്ലോ, അതിന്റെ സന്തോഷം അങ്ങേർക്ക് പിടിച്ചിരുത്താനേ പറ്റില്ല. പക്ഷെ അപ്പോഴും അങ്ങേരുടെ ഉള്ളിൽ എങ്ങനെയും പാർക്കിനെ കൊല്ലണം എന്നാണ്. പക്ഷെ അങ്ങേരെ കൊല്ലാനായി രണ്ടുപേര് ഇവിടെ പ്ലാൻ ഇട്ടിരിക്കുന്ന കാര്യം അങ്ങേരെ അറിയുന്നില്ലല്ലോ. എന്തായാലും അടുത്ത ദിവസം റഷ്യക്കാരായിട്ടുള്ള ഡീലിങ്ങിന്റെ ഡേറ്റ് ഉറപ്പിക്കാനായി പോകുന്നത് പാർക്കും ലീയും കൂടെയാണ്. അവര് രണ്ടുപേരും കൂടെ ഏതോ ഒരു ബാറിലേക്കാണ് കയറി ചെല്ലുക. അവിടുന്ന് പാർക്ക് സംസാരിക്കാനായി അകത്തേക്ക് ചെല്ലുന്നേരം ലീ പുറത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റ് മോശമായതുകൊണ്ട് തന്നെ പുറത്തേക്ക് മൂത്രമൊഴിക്കാനായിട്ട് ഇറങ്ങി വരും. അപ്പൊ അവിടെ വെച്ചാണ് അവന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെ അവനെ പിടിക്കുക. അല്ല മോനെ, നീ നിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചെല്ലാം പൊളിച്ചിട്ട് നീ എന്തിനുള്ള പുറപ്പാടാ? നിന്നോട് പറഞ്ഞ പണി എന്താണ്, നീ ചെയ്യുന്ന പണി എന്താണ്? അപ്പോഴാണ് ലീയെ തെരഞ്ഞോണ്ട് പാർക്ക് അങ്ങോട്ട് വരുന്നത്. പാർക്കിനെ കാണുമ്പോൾ തന്നെ ലീ പറയും ഞാനിങ്ങോട്ട് മൂത്രമൊഴിക്കാനായി വന്നായിരുന്നു. അപ്പോഴാണ് ഈ ഞരമ്പ് രോഗി ഒളിച്ചു നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്നത്. അത് കേൾക്കുന്ന പാർക്ക് അവനെ ചവിട്ടി താഴെയിട്ട് എടാ ഞരമ്പേ, നിനക്കെന്തെങ്കിലും കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ നിന്റെ തന്നെ നോക്കടാ, അങ്ങനെയെങ്കിലും സമാധാനിക്ക്. ലീ പെട്ടെന്ന് തന്നെ പാർക്കിനെയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരും. ശരിക്കും പാർക്കിന് മനസ്സിലായിട്ടുണ്ട് അതൊരു പോലീസുകാരനാണെന്ന്. പാർക്കിന് മനസ്സിലായെന്നുള്ള കാര്യം ലീക്കും അറിയാം. പക്ഷെ അന്നേരം പോലീസുകാരനൊന്നും മനസ്സിലാവാതിരിക്കാനാണ് അവർ അങ്ങനെ പെരുമാറിയത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ പാർക്കിന് ലീയെ ചെറുതായിട്ടൊരു സംശയം. അതിന്റെ പേരിൽ തന്നെ അവനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് വെച്ച് അവന്റെ ബോഡി എല്ലാം ചെക്ക് ചെയ്യും. അതെല്ലാം കഴിയുന്നേരം ലീ ചോദിക്കും ഇപ്പം സമാധാനമായില്ലേ? ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ നിങ്ങളെ ഞാൻ വിശ്വസിക്കും. അവിടെ നിന്ന് പാർക്ക് ലീയായിട്ട് പാർക്കിന്റെ തട്ടകത്തിലേക്കാണ് ചെല്ലുന്നത്. അവന്റെ പഴയ തട്ടകം, അവൻ ഇതിനെല്ലാം തുടക്കം കുറിച്ചിരുന്ന തട്ടകത്തിലേക്കാണ് ചെല്ലുക. പാർക്ക് പറയും ചെറുപ്പം മുതലേ എനിക്കറിയാവുന്ന ആളുകളെല്ലാവരും എനിക്കിട്ട് പിന്നീന്ന് പണിയായിരുന്നു, എനിക്കിട്ട് കുത്തുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആരെയും സംശയം. പക്ഷേ ലീക്ക് അപ്പോഴും പറയാനുള്ളത് നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങളെ വിശ്വസിക്കുമെന്നാണ്. അങ്ങനെ അടുത്ത ദിവസമാണ് റഷ്യൻ ടീം അവർക്ക് തലക്ക് കൊടുക്കാൻ പോകുന്ന ലഹരിയുടെ സാമ്പിൾ അവരുടെ കയ്യിലേക്ക് കിട്ടുക. അതാണെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നൊക്കെ കേൾക്കുന്ന നേരം എന്തോ വലിയ മുന്തിയനാന്ന് വിചാരിക്കരുത്, പെട്ടെന്ന് തന്നെ തട്ടിപ്പോകും അതാണ്. പക്ഷേ തലയുടെ ഏറ്റവും വലിയൊരു തലവേദന എന്താന്ന് വെച്ചാൽ ഈ ഒരു ലഹരി കച്ചവടം പോലീസുകാർ തൂക്കിയാൽ പിന്നെ അവർക്ക് ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നതാണ്. അതിന് പാർക്കും മേരയും പറയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് കൊറിയ മുഴുവനും സപ്ലൈ ചെയ്യുന്ന കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇവിടെ വെച്ച് വീണ്ടും നമ്മൾ കാണുന്ന ഫ്ലാഷ് ബാക്ക് ആണ്. ലീ ഒരു പോലീസ്
പോലീസുകാരനാണെന്നുള്ള കാര്യം മേരോക്ക് എപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. മേരോ അന്ന് തന്നെ പാർക്കിനോട് ജയിലിൽ വന്ന് ഈ ഒരു കാര്യം പറഞ്ഞതുമാണ്. അന്ന് പാർക്ക് പറഞ്ഞത്, അങ്ങനെയാണ് നമ്മൾ അവനെ ചൂണ്ടയിട്ട് നമ്മുടെ പാളയത്തിൽ തന്നെ എത്തിക്കും, നീ കാത്തിരിക്കേ. അങ്ങനെ അവനുമായിട്ട് നല്ലപോലെ എടുത്തു. അവന്റെ അടുപ്പം കുറച്ചുകൂടെ കൂട്ടാനായി അവന്റെ അമ്മയെ കൊന്നുകളഞ്ഞതും പാർക്കാണ്. അങ്ങനെ ജയിലിൽ വെച്ച് അമ്മയെ കാണാൻ പോകാൻ കഴിയാതെ കരഞ്ഞോണ്ടിരുന്ന ലീക്ക് അമ്മയെ കാണാൻ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും പാർക്ക് തന്നെ. അങ്ങനെ അവനോട് കൂടുതൽ സ്നേഹം കാണിച്ച് അവസാനം അവന്റെ വായെന്ന് തന്നെ അവനൊരു പോലീസുകാരനാണെന്നുള്ള വിവരം അറിയുകയും ചെയ്തു. ഇത്രയും നേരം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് പാർക്കിന് ഇതുപോലെ തരികിട പരിപാടിയെല്ലാം ഉണ്ടെങ്കിലും അവന് കൂടെ ഉണ്ടായിരുന്ന ലീയോട് വലിയ സ്നേഹമായിരുന്നെന്നാണ്. പക്ഷെ ആ സ്നേഹം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുത്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വീണ്ടും പ്രസന്റ് ആണ്. ലീ അവന്റെ അമ്മയുടെ അടക്കം ചെയ്ത സ്ഥലത്ത് വന്ന് അങ്ങനെ ഇരിക്കുന്നേരാണ് പെട്ടെന്ന് കുറച്ചാളുകൾ വന്ന് അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതാരാന്ന് അവന് മനസ്സിലായില്ല. പക്ഷെ പിന്നെയാണ് മനസ്സിലാവുക, ലേഡി പോലീസും ടീമുമാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവനെ നല്ലപോലെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ലേഡി ഓഫീസർ ലീയോട് പറയും, നിന്റെ പാർക്കിന്റെ തലയ്ക്ക് എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ടല്ലോ, ഏതോ റഷ്യക്കാരായിട്ടോ അമേരിക്കൻസ് ആയിട്ടോ അങ്ങേർക്ക് എന്തോ ഒരു ഡീലുണ്ട്, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയോ? എന്നാൽ അവൻ പറയും, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഒറ്റയടിക്ക് അവരുടെ അണ്ണാക്കി കയറി ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം കോരിയെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ വിചാരിക്കുന്ന പോലെയല്ല, അതിന് സമയമെടുക്കും, കാത്തിരിക്കേ. എന്തായാലും അന്നലേ തിരിച്ചവന്റെ സങ്കേതത്തിൽ തന്നെ എത്തുന്നേരം പാർക്കും ടീമും എല്ലാവരും കൂടെ അവിടെ നിന്ന് ആഘോഷിക്കുന്നതാണ് കാണുന്നത്. പിറ്റേന്ന് രാവിലെ ആവുന്നേരം പാർക്കിന്റെ കൂടെ ലീ അങ്ങനെ കാറിലിരിക്കുകയാണ്. പാർക്ക് അവനിട്ടാണ് ലീക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവാതെയാണല്ലോ ലീ ഇപ്പം അവൻ്റെ കൂടെ ഇരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം രാവിലെ ലേഡി ഓഫീസർ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലീ കുറച്ച് മുന്നിലേക്ക് വന്ന് എന്തോ ഒരു ഡോക്യുമെൻ്റ് അവിടെ വെച്ചോണ്ട് പോകുന്നത്. അത് ചെന്ന് എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലാവുക, തല റഷ്യക്കാരുമായിട്ട് നടത്താൻ പോകുന്ന ഡീലിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസുമാണ് അതിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. അത് കാണുന്ന ലേഡി ഓഫീസർക്ക് അതിലും വലിയൊരു സന്തോഷം വേറെ കിട്ടാനേ ഇല്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ആ ഡീലിങ്ങിൻ്റെ ദിവസത്തി അന്നത്തെ ദിവസമാണ് റഷ്യക്കാരുടെ കയ്യിൽ നിന്ന് ആ ലഹരിയെല്ലാം കൂടെ തല വാങ്ങിക്കാൻ പോകുന്നത്. എന്തായാലും അവരെല്ലാവരും കൂടെ ലൊക്കേഷനിലെത്തി. റഷ്യക്കാരാണെങ്കിൽ അവരെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ഷിപ്പിനകത്ത് ചെന്നാണ് ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളെല്ലാം നടത്താൻ പോകുന്നത്. അപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന ഒരു ചെറിയ റോഡിക്ക് മുന്നിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു സംശയം തോന്നുന്നത്. അവൻ കുറച്ച് മുന്നിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുക, അവിടെ കാറിന് ലൈറ്റ് ഇട്ടുകൊണ്ട് ഒരു പട പോലീസുകാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ലേഡി ഓഫീസർ വളരെ ഭംഗിയായി അങ്ങോട്ട് കയറി ചെന്ന് അവന്മാരെ എല്ലാവരെയും തോക്കിന്റെ മുന്നിൽ നിർത്തും. അവർക്കിനി എങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ നേരെ അകത്തേക്ക് കയറി ചെന്ന് തലയെയും റഷ്യൻ ടീമിനെയും ഒരുമിച്ച് പൂട്ടും. അവരുടെ ഡീലിംഗ് എല്ലാം അവിടെ വെച്ച് കൊളായി. അപ്പോഴേക്ക് ഷിപ്പിൽ നിന്ന് ജോലിക്കാരെല്ലാവരും കൂടെ ഉള്ള സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് പോലീസുകാരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി ചെന്ന് അവരെയും പിടിക്കും. അവസാനം തലയുടെ ടീമിനെയും റഷ്യയുടെ ടീമിനെയും എല്ലാവരെയും കൂടെ മുട്ടി നിർത്തിയിട്ട് ആ പെട്ടിയെല്ലാം പൊട്ടിക്കാനായി പോവുകയാണ്. ലേഡി ഓഫീസർ ആദ്യത്തെ പെട്ടി തന്നെ അടിച്ച് പൊളിച്ച് നോക്കുന്നേരം അതിലെന്തൊക്കെയോ ടോയ്സ് ആണുള്ളത്. ബാക്കിയുള്ളതെല്ലാം അടിച്ച് പൊളിച്ച് നോക്കുന്നേരം അതിലും മുഴുവൻ ടോയ്സുകൾ മാത്രമാണ്. ഇത് കാണുന്ന തല ചിരിച്ചോണ്ട് എഴുന്നേറ്റ് പറയും, ചെറുപ്പത്തിൽ ടോയ്സ് കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവർക്കെല്ലാവർക്കും ടോയ്സ് എത്തിച്ചു കൊടുക്കുന്ന പുതിയൊരു പദ്ധതി ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ലേഡി ഓഫീസർക്ക് മനസ്സിലായി സംഭവം എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന്. എന്നാൽ ഇതേ സമയം നേരത്തെ കപ്പലിൽ നിന്ന് ജോലി ചെയ്ത ആളുകൾ കുറച്ച് ബോക്സ് എല്ലാം വെള്ളത്തിലേക്ക് ഇട്ടിരുന്നല്ലോ, ആ ബോക്സിലായിരുന്നു യഥാർത്ഥത്തിൽ മയക്കുമരുന്നെല്ലാം ഉണ്ടായിരുന്നത്. അതെല്ലാം എടുക്കാനായി പാർക്ക് അങ്ങോട്ട് അയക്കുന്നത് ലീയാണ്. ലീ ഇപ്പൊ പാർക്കിന്റെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷെ പോലീസുകാർക്ക് എന്തെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്, പോലീസുകാർക്ക് വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് തോന്നാൻ വേണ്ടിയാണ് അവൻ ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ലേഡി ഓഫീസറുടെ കയ്യിൽ ചെന്ന് കൊടുത്തിരുന്നത്. അങ്ങനെ ഇപ്പൊ റഷ്യക്കാരും തലയായിട്ടുള്ള ഡീലിങ്സ് എല്ലാം ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞു. അവരിപ്പോൾ അതിന്റെ സന്തോഷത്തിലാ, അതിന്റെ പാർട്ടി ആഘോഷിക്കാനായി പോവാണ്. എന്നാൽ പിന്നെ എല്ലാവരും കുറച്ച് ഡ്രിങ്ക്സ് എടുത്ത് കഴിക്കുന്ന തല പറയുന്ന നേരം പാർക്ക് പറയും, ഞാൻ ഈ ശവങ്ങളുടെ കൂടെയൊന്നും ഒരുമിച്ചിരുന്ന് ഡ്രിങ്ക്സ് അടിക്കാറില്ല. തലയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി മരുമോൻ മേരോയെ നോക്കുന്നേരം അവൻ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന മട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്യും. പിന്നെ പെട്ടെന്ന് തന്നെ ഗണ്ണ് പൊട്ടുന്ന ശബ്ദമാണ് കേൾക്കുക. പിന്നെ അവിടെ പൊട്ടലോട് പൊട്ടലാ. അവിടെ ഇവിടെയായിട്ട് തമ്മിൽ പരസ്പരം ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ലൈറ്റ് വരുമ്പോൾ കാണുന്നത് തല മരിച്ചിരിക്കുന്ന തലയെയും അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ എല്ലാവരെയും പാർക്കും മേരോയും കൂടെ കൊന്നുകളഞ്ഞു. ഇപ്പൊ പാർക്കിന്റെയും മേരോയുടെയും ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഇത്രയും കാലം പാർക്ക് അവന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന ആ ഒരു ദേഷ്യം അവൻ ഇപ്പൊ തീർത്തു കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് പാർക്ക് ലീയുടെ ഷോൾഡറിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ പോലീസുകാർക്കൊരു സംശയം ഉണ്ടായിരിക്കും, ലീ പോലീസുകാർക്കിട്ട് പണിഞ്ഞതാണോ എന്ന്, ലീ ഇപ്പൊ പാർക്കിന്റെ കൂടെയാണോ നിൽക്കുന്നതെന്ന് പോലീസുകാർക്കൊരു സംശയം ഉണ്ടാവില്ലേ, അതൊന്നും ഇല്ലാതെയാക്കാനാണ്. അവൻ ഇനി പോലീസുകാരുടെ അടുത്ത് ചെന്ന് പറയും എന്താന്ന് വെച്ചാ അവരെ പോലീസുകാർ പിടിക്കാനുള്ള കാരണം ഞാനാണെന്ന് അവർ മനസ്സിലാക്കി, എന്നിട്ട് അവരെന്നെ ഷൂട്ട് ചെയ്യാണ് ചെയ്തത്. അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയോ ആണ് ഇങ്ങോട്ട് രക്ഷപ്പെട്ട് വന്നതെന്നാണ് അവൻ പറയാൻ പോകുന്നത്. എന്തായാലും വിചാരിച്ച പോലെ തന്നെ അവൻ പോലീസുകാരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാലും ലേഡി പോലീസിന് അവനെ ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ ചോദ്യം ചെയ്യാനായി ഒരു റൂമിലേക്ക് എത്തിക്കും. അവിടെ വെച്ച്
അവനോട് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. അവനൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അന്ന് റോട്ടിൽ വെച്ച് അവൻ്റെ അമ്മ ആക്സിഡൻ്റ് ആയ ഭാഗത്ത് ശരിക്കും ക്യാമറയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ മറ്റൊരു വാഹനത്തിൻ്റെ ഡാഷ് ക്യാമിൽ അതെല്ലാം പതിഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ വലിയൊരു ടിപ്പർ വന്ന് അവൻ്റെ അമ്മയെ ഇടിച്ചിട്ട് കൊന്നു പോവുകയാണ് ചെയ്തത്. അവരവിടെ നിന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു എന്ന് നോക്കാനായി ഒരാൾ ചെന്ന് ആ ബോഡിയുടെ കൈയെല്ലാം പിടിച്ച് നോക്കുന്നുണ്ട്. ഇയാളെ നിനക്ക് മനസ്സിലായോ എന്ന് ലേഡി പോലീസ് ചോദിക്കും. എന്നാൽ അപ്പോഴാണ് അവൻ ആ ആളുടെ മുഖം കാണുക. അത് ശരിക്കും പാർക്കാണ്. അവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ്റെ അമ്മയുടെ മരണത്തിന് കാരണം പാർക്കാണെന്ന്. എന്നാൽ ഈ ഒരു കാര്യം പോലീസുകാർക്ക്, ലേഡി പോലീസിനെല്ലാം എപ്പോഴേ അറിയുന്ന കാര്യമാണ്. ഇത്രയും കാലമായിട്ട് അവനോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ദേഷ്യത്തിൽ അവൻ ചോദിക്കും, അവരെ പിടിച്ചു വെച്ച് ചോദിക്കും, ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതിന് അവർ പറഞ്ഞു കൊടുക്കും, ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞാൽ പിന്നെ ഈ ഒരു മിഷൻ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അതെല്ലാം കൂടെ കുളമാകും, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇപ്പൊ ലീയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവന്റെ കൂടെയുള്ള ആളുകൾ എല്ലാവരും അവനെ ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ചോണ്ടേയിരിക്കുകയാണ്. സ്വന്തം അമ്മയെ കൊന്നയാളെ അവന്റെ കൂടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടും അവനോട് പറഞ്ഞില്ല. എന്നിട്ട് അമ്മയെ കൊന്നയാളുടെ കൂടെയാണ് അവൻ ഇത്രയും കാലം ജീവിച്ചോണ്ടിരുന്നത്. ഈ സമയം പാർക്കും മേരോയും അവരെ ടീമും ഈ ഒരു വലിയ ഡീല്, റഷ്യക്കാരായിട്ടുള്ള ഡീല് കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ വലിയ പാർട്ടി ആഘോഷിക്കുകയാണ്. എന്നാൽ അതിന്റെ ഇടയിലാണ് പാർക്കിന് ലീ കോൾ ചെയ്യുന്നത്. ലീ പറയും, ഞാനിപ്പോഴേ ഏതാണ്ട് പെട്ട അവസ്ഥയിലാണ്. പോലീസുകാർക്ക് എല്ലാവർക്കും ഇപ്പം എന്നെയാണ് സംശയം. ചുരുക്കി പറഞ്ഞാൽ എന്നെ ആരോ ഒറ്റി. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എന്നെക്കുറിച്ചറിയാവുന്ന ആരോ ഒന്നാണ് ഈ ഒരു പണി ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന പാർക്ക് തിരിഞ്ഞു നോക്കുന്ന നേരം അവിടെ മേരോയെയാണ് കാണുക. കാരണം ലീ പോലീസാണെന്ന് അറിയാവുന്ന മറ്റൊരാളുണ്ടെങ്കിൽ, അവരുടെ കൂടെയുള്ള മറ്റൊരാളുണ്ടെങ്കിൽ അത് മേരോ മാത്രമാണ്. ലീ ഇതെല്ലാം പറയുന്ന നേരവും പോലീസിന്റെ ഒരു പട തന്നെ അവന്റെ ചുറ്റുമുണ്ട്. ശരിക്കും പാർക്കിനെ കൊടുക്കാനാണ് ഇപ്പോൾ പോകുന്നത്. പാർക്കിനോട് പറയും, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഇവിടെ നിൽക്കാൻ നമുക്ക് ഒരു നിവൃത്തി പോലുമില്ല. എന്തായാലും നിങ്ങളുടെ തട്ടകത്തിൽ വെച്ച് നമുക്കൊന്ന് കണ്ടുമുട്ടണം. സമയം ഞാൻ പിന്നെ അറിയിക്കാം. ഇവിടെ പാർക്കാണെ രാത്രിയാവുന്ന നേരം മേരോയെ അവന്റെ റൂമിലേക്ക് വിളിക്കും, പാർക്കിന്റെ റൂമിലേക്ക് വിളിക്കും. കൂടുതലൊന്നും സംസാരിക്കാതെ അവിടുന്ന് വലിയൊരു പലകയെടുത്ത് അവന്റെ തലക്കിട്ട് ഒരു ഒറ്റ അടി കൊടുക്കും. ആ അടി കിട്ടുന്ന നേരം തന്നെ മേരോ പറയും, നീ എന്താടാ ഈ കാണിക്കുന്നത്? എനിക്കെതിരെ ആരോ ഒരു കളി കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ മനസ്സിലാക്ക്, സത്യം നീ മനസ്സിലാക്ക്. പാർക്ക്, ഞാൻ പറയുന്ന നീ കേൾക്ക്, ഞാൻ പറയുന്ന നീ മനസ്സിലാക്കെന്ന് പറഞ്ഞ് പാർക്കിന്റെ കാലി വീഴും. എന്നാലും പാർക്കിന് ഒരു ദയ പോലും ഇല്ല. അവന്റെ തല കടിച്ചടിച്ച് അവനെ കൊന്നുകളയും. അത് കഴിഞ്ഞ് അപ്പം തന്നെ പാർക്ക് ലീയെ കാണാനായി പാർക്കിന്റെ തട്ടകത്തിലേക്ക് ചെല്ലാണ്. അവിടെ വെച്ച് കാണാമെന്നാണല്ലോ ലീ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ ചെന്നിറങ്ങുന്ന പാർക്ക് ചുറ്റുഭാഗമെല്ലാം നോക്കുന്ന നേരം അവിടെ ഒരു വാൻ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ആ വാനിൽ ഇപ്പൊ പോലീസുകാരാണ് ഇരിക്കുന്നത്. അവരെല്ലാവരും ഇപ്പൊ പാർക്കിനെ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുക. മേലെ ലീ ആണെ പാർക്കിനെ കാത്തിരിക്കുകയാണ്. പാർക്ക് ലീയെ കാണാനായി നേരെ മേലേക്ക് ചെല്ലുന്ന നേരം അവര് രണ്ടുപേരും കൂടുതൽ സംസാരമൊന്നുമില്ല. നീ എങ്ങനെ ഓക്കെ അല്ലേ എന്ന് പാർക്ക് ചോദിക്കുമ്പോൾ ലീ ഒന്ന് ചിരിക്കും. എന്നാൽ പാർക്ക് വീണ്ടും പറയും, ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന നേരം താഴെ മിനറൽ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു വാന് കണ്ടിരുന്നു. പക്ഷെ നിനക്കറിയില്ലേ, മിനറൽ വാട്ടർ കൊണ്ടുപോകുന്ന വാനില് കൂളിംഗ് ഫിലിം ഒട്ടിക്കാറില്ല. കൂളിംഗ് ഫിലിം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എല്ലാം ചില്ലിൽ ഒട്ടിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ഒട്ടിച്ചാൽ പിന്നെ പുറത്തുനിന്ന് ഒരിക്കലും അകത്തേക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അകത്തുനിന്ന് പുറത്തേ കാണാൻ പറ്റും. ഇവിടെ പാർക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം ലീയുടെ മേലെ വെച്ചിരുന്ന മൈക്കിൽ കൂടെ താഴെ വാനിലിരിക്കുന്ന പോലീസുകാരെല്ലാം കേൾക്കുന്നുണ്ട്. ഇവിടെ ലീ പറയും, നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ സംശയമാണോ? നിങ്ങൾക്ക് വേണം എന്നെ ഇപ്പോഴും ചെക്ക് ചെയ്യാം. എന്നാൽ ഇത് കേൾക്കുന്ന പാർക്ക് പറയും, എനിക്ക് ജീവിതം മടുത്തു. നമുക്ക് ഈ ഡ്രഗ്സ് എല്ലാം കച്ചവടം ചെയ്ത് അവസാനമായി ഈ ഡ്രഗ്സ് എല്ലാം കച്ചവടം ചെയ്ത് നമുക്ക് സമാധാനമായി ജീവിച്ചാലോ? ലീ ചോദിക്കും, നിങ്ങൾ ഈ ജോലി അവസാനിപ്പിച്ചാൽ നിങ്ങൾ വേറെ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ല. നിങ്ങൾക്ക് ആകെ കൂടെ അറിയുന്ന ഇതുപോലെയുള്ള കച്ചവടം, അല്ലെങ്കിൽ പിന്നെ ആളുകളെ എല്ലാവരെയും കൊല്ലുക. എൻ്റെ അമ്മയെയും നിങ്ങൾ തന്നെയല്ലേ കൊന്നേ? ഇത് കേൾക്കുന്ന പാർക്ക് ലീയുടെ തലയിലേ ഗണ്ണ് വെക്കും. നിന്നെ ഞാൻ തുടക്കത്തിലേ കൊല്ലാൻ വെച്ചായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇപ്പൊ സത്യം പറഞ്ഞാല് ലീയുടെ നേരെ പാർക്ക് ഗണ്ണ് വെക്കുന്നുണ്ടെങ്കിലും പാർക്കിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും കാലവും ലീയെ പാർക്ക് ഒരു ഉറ്റ കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ലീ പറയും, നിനക്കെന്നെ ഇപ്പൊ ഷൂട്ട് ചെയ്യണേ ഇപ്പൊ ഷൂട്ട് ചെയ്യാം, നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എന്നാൽ അപ്പോഴാണ് പോലീസുകാരെല്ലാവരും കൂടെ അങ്ങോട്ട് മെല്ലെ മെല്ലെ കയറി വരുന്നത്. അത് മനസ്സിലാകുന്ന പാർക്ക് പോലീസുകാരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവര് മെല്ലെ അകത്തേക്ക് കയറി വരുന്ന നേരം അവിടെ ലീ മാത്രം ഇരിക്കുന്നതാണ് കാണുക. പാർക്ക് എവിടെയെന്ന് ചോദിക്കുന്ന നേരം അവൻ പിന്നിലേക്കൊന്ന് നോക്കും. എന്നാൽ അവിടെ 2 ഡോറാണ് കാണുന്നത്. 2 പോലീസുകാർ ആ ഡോറിനപ്പുറം ചെക്ക് ചെയ്യാൻ പോകുന്ന നേരം ഒരു പോലീസുകാരൻ മാത്രം ലീയുടെ അടുത്ത് നിൽക്കും. അവൻ എന്തോ ഒരു കള്ളപ്പണി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട്. പാർക്കിനെ ചെക്ക് ചെയ്യാൻ ചെന്നിരുന്ന ആദ്യത്തെ പോലീസുകാരൻ റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പാർക്ക് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. എന്നാൽ രണ്ടാമത്തെ ആദ്യത്തെ ആള് മരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നേരം ആകെ കൂടെ പേടിക്കും. ഇനി എന്ത് ചെയ്യുമെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് ചുമരിനപ്പുറത്തായിട്ട് ആരോ നിൽക്കുന്ന പോലെ ഒരു തോന്നല്. മെല്ലെ അങ്ങോട്ട് ചെല്ലുന്ന നേരം പെട്ടെന്നാണ് പാർക്ക് ചുമരും പൊളിച്ചോണ്ട് ആ ചുമരിനെ ഷൂട്ട് ചെയ്തോണ്ട് അപ്പുറം നിൽക്കുന്ന പോലീസുകാരനെ ഷൂട്ട് ചെയ്തോണ്ട് അങ്ങോട്ട് വരുന്നത്. അവസാനം ഷൂട്ട് ചെയ്ത് അങ്ങേരെയും കൊന്നുകളയും. എന്നാൽ പുറത്ത് നിൽക്കുന്ന പോലീസ്
പോലീസുകാരന് പേടി ആകെ കൂടെ കൂടി. ഇനി അങ്ങേര് മാത്രമാണല്ലോ അകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീയുടെ തലയിൽ ഗണ്ണും വെച്ചോണ്ട് അവനെ ആ റൂമിനടുത്തേക്ക് കൊണ്ടുവരും. പാർക്ക് നിൽക്കുന്ന റൂമിനടുത്തേക്ക് കൊണ്ടുവരും. എന്നാൽ കിട്ടുന്ന ഗ്യാപ്പിൽ ലീ ആ ഗണ്ണ് തട്ടിപ്പറിച്ച് ആ പോലീസുകാർ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പോലീസുകാരൻ തിരിച്ച് ലീ അടിയോടടിയാണ്. അടിച്ചൊതുക്കിയിട്ട് അവന്റെ ഷോൾഡറിലുണ്ടായിരുന്ന മുറിവിലേക്ക് വിരൽ അമർത്തി കൊടുക്കും. എന്നാൽ പെട്ടെന്നാണ് ആ പോലീസുകാരന്റെ കഴുത്തിൽ ബുള്ളറ്റ് കയറുക. നോക്കുന്നേരം പിന്നീന്ന് പാർക്കാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ ലീയെ കൂടെ കൊല്ലാനായി പാർക്ക് വിചാരിക്കുന്നുണ്ടെങ്കിലും ലീ പറയും, നീ എന്നെ കൊന്നാല് നീയും തീർന്നു എന്ന് ഉറപ്പിച്ചോ. എന്നാൽ പാർക്കിന് ശരിക്കും അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാം. അതിന് പറ്റാത്തോണ്ട് അവന്റെ ചെവിക്കിട്ടൊരു ഷോട്ട് കൊടുത്തിട്ട് മെല്ലെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടേലും രക്ഷപ്പെട്ടാൽ മാത്രം മതി. അങ്ങനെ തൻ്റെ ഈ കയ്പ് നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് പാർക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ പെട്ടെന്നാണ് ആ വാന് വന്ന് പാർക്കിനെ ഇടിച്ച് തെറിപ്പിച്ചിടുന്നത്. ആ വാൻ ആരാണ് ഓടിച്ചതെന്ന് വെച്ചാൽ ലേഡി പോലീസാണ്. താഴെ വീണ് കിടക്കുന്ന പാർക്കിൻ്റെ അടുത്ത് ചെന്ന് നീ ആ ലഹരിയെല്ലാം എവിടെയാണ് കൊണ്ടുവച്ചതെന്ന് ചോദിക്കുന്ന നേരം പാർക്കിനൊന്നും പറയാനില്ലല്ലോ. എന്തായാലും മിക്കവാറും മരിക്കും. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം എന്നാണ് അവൻ വിചാരിക്കുക. എന്നാൽ ലേഡി പോലീസ് അവൻ്റെ ബോഡിയെല്ലാം ചെക്ക് ചെയ്ത് നോക്കും. അവൻ്റെ പോക്കറ്റെല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന നേരം അതിൻ്റെ സാമ്പിൾ മാത്രം കിട്ടും. തൊട്ടുമുന്നിൽ തന്നെ അവൻ്റെ കാറാണല്ലോ കിടക്കുന്നത്. ആ കാറിൽ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കാറിൻ്റെ ഡിക്കി തുറന്നു നോക്കുന്ന നേരം അതിൽ നിന്ന് ഒരു ബാഗിൽ വെച്ച് ആ ലഹരി മുഴുവനും കിട്ടും. വമ്പൻ റേറ്റുള്ള ലഹരിയാണത്. ആകെ ആ ഒരു ചെറിയ ബാഗിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ഇഷ്ടം പോലെ കാശാണ്. അപ്പോഴാണ് ലീ അങ്ങോട്ട് മെല്ലെ മെല്ലെ മന്ദം മന്ദം വരുന്നത്. അവൻ എത്തുമ്പോൾ തന്നെ കാണുന്ന ലേഡി പോലീസിനെയാണ്. അവന്റെ ജീവിതം ഇത്രയും കോഞ്ഞാട്ടയാക്കി പടുകുഴിയിൽ എത്തിച്ചത് ആ ലേഡിയാണല്ലോ. അതിന്റെ ദേഷ്യത്തിൽ അവൻ അപ്പം തന്നെ അവരെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. അവന്റെ ആ ഗണ്ണിലെ ബുള്ളറ്റ് തീരുന്നവരെ, അവന്റെ ദേഷ്യവും തീരുന്നവരെ അവൻ ഷൂട്ട് ചെയ്ത് അവളെ കൊന്നുകൊണ്ടേയിരിക്കും. പിന്നെ തൊട്ടു മുന്നിൽ തന്നെ പാർക്കാണല്ലോ കിടക്കുന്നത്. ലീ പാർക്കിനെടുത്ത് ചെന്ന് ആ ഗണ്ണെടുത്ത് അങ്ങേരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ഇനിയിപ്പോൾ അങ്ങേരാണ് ലേഡി പോലീസിനെ കൊന്നേന്നാണ് വരാൻ പോകുന്നത്. അത് മനസ്സിലാവുന്ന പാർക്ക് ചെറുതായി ഒന്ന് ചിരിക്കും. വലിയൊരു ഇടി കൊണ്ട് വീണ് കിടക്കായതുകൊണ്ട് തന്നെ പാർക്കിന് അനങ്ങാനൊന്നും പറ്റില്ല. ലീ ആണെ കൂടുതലൊന്നും സംസാരിക്കാതെ പാർക്കിന്റെ വായും മൂക്കും കൂടി ഒരുമിച്ച് പൊത്തിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് അങ്ങേരെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. അങ്ങനെ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെല്ലാം അവൻ ഇല്ലാതാക്കി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്വന്തം അമ്മയും ഇല്ലാതെ പാർക്കിന്റെ കാറിൽ വന്ന് കിടക്കുന്ന ലീയെ കാണിച്ചുകൊണ്ട് ദ മേഴ്സിലെസ് എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലൊരു സിനിമ ഈ അടുത്തായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. വന്നോനും നിന്നോനും എല്ലാവരും മരിച്ചോണ്ടേയിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ പിന്നെ ഇറങ്ങിപ്പോകാനായി കുറച്ച് പാടാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന അസുഖത്തെ അപ്പം തന്നെ പറഞ്ഞയക്കുക. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. എന്നാൽ പിന്നെ ഇതുപോലെ മറ്റൊരു നല്ല സിനിമയായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.